ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കേക്ക് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഒരു കേക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ. അതും 2 ടയർ വെഡ്ഡിങ് കേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ കുറച്ച് ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ അതിനൊരു കേക്ക് വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ടൈം രാവിലെ വിളിച്ചിട്ട് 12 മണിക്ക് വേണമെന്ന് പറഞ്ഞ് 10:30ക്കാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊരു 12:30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂറേ നമ്മൾ മുന്നിലുള്ളൂ. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എഗ്ഗെല്ലാം എടുത്തിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ 2 kg കേക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലേവറും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു 2 ടയർ വെഡ്ഡിങ് കേക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻഗേജ്മെൻറ്റിന് മാച്ചായിട്ടുള്ള ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ 2 kg ചെയ്യാം. ഫ്ലേവർ വാനില കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. വേറെ ഫ്ലേവേഴ്സൊന്നും ആഡ് ചെയ്യാൻ ഞങ്ങൾക്ക് അത്ര മൈൻഡിൽ വന്നില്ല. വാനില തന്നെ മതിയെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 kg കേക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോഴാണ് പിറ്റേ ദിവസത്തിനൊരു കേക്ക് കൂടി ഉണ്ട്. അപ്പോൾ അതും വൈറ്റ് സ്പഞ്ചാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നിച്ചിട്ട് 3 kg ബാറ്റർ ഒന്നിച്ച് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിലാണെങ്കിൽ 3 kg ബാറ്റർ ഒന്നിച്ചിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് കൂടുതൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും മാക്സിമം 3 kg ആണ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ 3 kg ബാറ്റർ ഞാനിവിടെ ആക്കുകയാണ്. അപ്പോൾ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് പൗഡറും അതുപോലെ ബേക്കിംഗ് സോഡ എല്ലാം ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഓർഡറൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചെയ്യാറുള്ളത് ക്രീം എടുത്തിട്ട് പുറത്ത് വെക്കും. ക്രീം ബീറ്റ് ചെയ്യാറ് ഒരു പാക്കറ്റ് ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്ത് വെക്കാറാണ്. അപ്പോൾ അത് ബീറ്റ് ചെയ്തത് ചിലപ്പോൾ തികഞ്ഞെന്ന് വരില്ല. അപ്പോൾ പിന്നെ വേഗം ക്രീം എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കും. സ്പഞ്ചെല്ലാം ആവണ സമയത്ത് അത് മെൽറ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ ആദ്യം അത് ഞാൻ പുറത്തെടുത്ത് വെച്ചതിൻ്റെ ശേഷമാണ് എഗ്ഗെല്ലാം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എഗ്ഗ് ബീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത്. പിന്നെ ഇവിടെ ഞാൻ ഫ്ലോറെല്ലാം ഒന്ന് അരിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പെട്ടെന്നാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പം മൈദൊക്കെ എടുക്കുന്ന സമയത്ത് താഴെയൊക്കെ പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കണോണ്ട് മാത്രം ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ സ്പീഡിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അത് അവിടെ കിടന്നിട്ട് ബാക്കിയുള്ള ജോലി ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അതവിടെ റെഡിയാക്കി അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ വെച്ചതിന് ശേഷം ടിന്നുകൾ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ 2 kg 4 പാത്രങ്ങളിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ബേക്കിംഗ് ആവും ചെയ്യും. അതുപോലെ തന്നെ ലെയേഴ്സ് കൂടുതൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ 8 ഇഞ്ചിൻ്റെ 2 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്, 5 ഇഞ്ചിൻ്റെ 2 പാത്രങ്ങൾ, അങ്ങനെ ടോട്ടൽ 4 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊരു 2 kg കേക്കിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 3 kg ആണെങ്കിലും നമ്മളിപ്പോൾ ഇതുപോലെ തന്നെ 2 പാത്രങ്ങളിൽ വെച്ചിട്ട് തന്നെ ഓരോ സൈസുകളും ചെയ്യാറുള്ളത്. 2 kg ആയതുകൊണ്ട് 4 എണ്ണം. അപ്പോൾ 3 kg ആണെന്നുണ്ടെങ്കിൽ 6 പാത്രങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ എല്ലാത്തിലും ബട്ടർ പേപ്പർ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ അടിഭാഗത്ത് മാത്രം പേപ്പർ വെച്ച് കൊടുക്കുള്ളൂ, സൈഡിൽ വെച്ച് കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി എടുത്തു. ഇനി ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിൽക്ക് യൂസ് ചെയ്യാറില്ല എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ഞാൻ വാനില സ്പഞ്ച് ചെയ്യണേലും കേക്കിൻ്റെ 2 സ്പഞ്ച്, ചോക്ലേറ്റ് സ്പഞ്ച് ആയിക്കോട്ടെ വാനില സ്പഞ്ച് ആയിക്കോട്ടെ, മിൽക്ക് യൂസ് ചെയ്യാറില്ല. നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കേക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസിന് പഠിപ്പിച്ച് കൊടുക്കുക നോർമൽ വാട്ടർ വെച്ചിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ യൂസ് ചെയ്യുന്ന സമയത്ത് പാലിന് ലൈഫ് കുറയും. അത് അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പാൽ യൂസ് ചെയ്യാത്തത് കേട്ടോ. അങ്ങനെ സ്പഞ്ച് എഗ്ഗെല്ലാം ബീറ്റായി വന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു, അത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഓയിൽ ചേർത്ത് അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വിസ്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലോർ ഒരു കപ്പ് എടുത്തിട്ട് അതിൽ 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കും, കുറേശ്ശെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതൊന്ന് മിക്സ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്തത് കുറച്ചുകൂടി ഫ്ലോർ ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ രാവിലെ നമുക്കിപ്പോൾ ഒരു 12 മണിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഡെലിവറി ഉണ്ട്. അത് ഒന്നിച്ചിട്ട് ഒരു ഏരിയയിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ തലേദിവസമൊക്കെ ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഡ്രീം കേക്ക് ചെയ്യണ സമയത്താണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വർക്കെല്ലാം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വർക്കെല്ലാം ആദ്യം ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരു 3 kg സൈസിൽ 2.5 kg ഒരു കേക്ക്, വാനില കേക്ക് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് 1 kg ചെയ്തതും തലേദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വർക്കൊക്കെ എല്ലാം രാവിലെ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു പ്രീമിയം ഡ്രീം കേക്ക് 1/2 kg ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ആക്കിയിട്ടുണ്ട്.
അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ ഫോട്ടോ എടുക്കാനുള്ളത് അവിടെ ഹാളിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഇതിൽ കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോണ്ടൻ്റ് ഓവർ ഡ്രൈ ആയി പോയതാണ്. നമ്മൾ ഒരിക്കലും ഓവണിൽ വെച്ചിട്ട് ഡ്രൈ ആക്കുന്ന സമയത്ത് ഓവൺ ഓൺ ചെയ്തിട്ട് ഫോണ്ടൻ്റ് വെക്കരുത് കേട്ടോ. ഓഫ് ചെയ്തതിൻ്റെ ശേഷം വെക്കാവുള്ളൂ. ഞാൻ ഓൺ ചെയ്തിട്ട് പോയി. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പീസ് നെയിം എഴുതിയതെല്ലാം പീസ് കട്ടായി പോയിട്ടാ. അപ്പോൾ അത് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അറിയാത്ത രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ഹസ്ബൻഡ് ഇവിടെ പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് സൺഡേ ആയതുകൊണ്ട് ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഇപ്പോൾ സ്പഞ്ച് ഓവണിനകത്ത് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ട് ഫ്ലോർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവണിനകത്ത് ഇതാ ഇപ്പോൾ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്ലോർ മിക്സ് ചെയ്യാൻ കുറച്ച് ടൈം പിടിക്കും. അതുകൊണ്ട് ആ ഒരു സമയത്താണ് കേക്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെലിവറിക്കുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ ഓവൺ വാങ്ങിച്ചോ എന്നുള്ളത്. വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ 2 ഉണ്ടായിരുന്നു. അതിൽ പുതിയതാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ വേറെ ഒന്ന് വാങ്ങിക്കാനുള്ള പ്ലാനാണ്. വാങ്ങിച്ചാൽ എന്തായാലും അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും അതുപോലെ വീഡിയോ ഒക്കെ ചെയ്യും കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ 4 ടിന്നും ഒന്നിച്ചിട്ട് ഇപ്പോൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആവുന്ന സമയത്ത് നമ്മളിപ്പോൾ അവിടെ പരന്നിട്ടുള്ള പാത്രങ്ങളും അതിൻ്റെ ഓരോ ഫ്ലോറും കാര്യങ്ങളൊക്കെ എടുത്തതൊക്കെ കറക്റ്റ് അതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പാത്രമൊക്കെ ഒരുപാട് കഴുകാനുണ്ടായിരിക്കും നമ്മളിപ്പോൾ കേക്ക് വർക്കെല്ലാം ചെയ്യണ സമയത്ത്. അപ്പോൾ ഓരോന്ന് ആവണത് അതിൻ്റെ കൂടെ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് ക്ലീനിങ് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചില സമയങ്ങളിൽ ഒന്നിച്ച് കൂട്ടിയിടാണ് ചെയ്യാറ് തീരെ സമയമില്ലെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലൊക്കെ വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നതെല്ലാം ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം ബേക്കിങ്ങിനും വെച്ച സമയത്താണ് ഇതൊക്കെ ചെയ്യട്ടോ. പിന്നെ എന്തായാലും ക്രീം ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കറ്റിലുള്ളത് ഒന്നുകൂടി ലൂസ് ആവാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളവിടെ ക്ലീനിങ് എല്ലാം ചെയ്യുക. പിന്നെ കിച്ചണിലുള്ള കുറച്ച് ജോലികൾ അതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇതിനിടക്കായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനി ഇവിടെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്കിങ്ങും ഇതിനിടക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളത് സമയം നമുക്ക് ഫ്രീ ആയല്ലോ എന്ന് ഇരിക്കുമ്പോഴാണ് ഈ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടി റെഡി ആയതിൻ്റെ ശേഷം അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ കേക്ക് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. റെഡി ആയിക്കണോ എന്നുള്ളത് ഇങ്ങനെ പുറത്തേക്ക് തന്നെ കാണാമല്ലോ. പിന്നെ ഇടയ്ക്ക് തുറന്നൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഓവൺ തുറന്നു കഴിഞ്ഞാൽ ബാറ്ററി പൊങ്ങി വന്നത് താന്നു പോകില്ലേ എന്നൊക്കെ. പക്ഷെ ഒരിക്കലും ഇല്ല കേട്ടോ. കേക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള റെസിപ്പിയാണെങ്കിൽ ഒരിക്കലും ഓപ്പൺ ചെയ്തെന്ന് വിചാരിച്ചിട്ട് താന്നു പോകുന്നില്ല. ഇപ്പോൾ ഏകദേശം ക്രീം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്രീം നല്ല മെൽറ്റായിട്ട് നല്ല ലിക്വിഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ക്രീമും നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. ഇതിപ്പോൾ കുറച്ച് അതിൽ ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബേസെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്നാണ് ചെയ്യണത്. ഇപ്പോൾ സമയം വന്നിട്ടുണ്ടായിരുന്നത് 11:45. 12:30 വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 11:45 കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂളാവും വേണം. അപ്പോൾ സ്പഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സ്പഞ്ചിനെ എടുത്തിട്ട് ഇപ്പോൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിനെടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൂളായതിൻ്റെ ശേഷം കട്ട് ചെയ്ത് ലെയർ നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം കൊടുക്കാണ്ടായിരുന്നത് രണ്ടും ഞാനിപ്പോൾ ഓവണിനകത്ത് വെച്ചു കേട്ടോ. 3 കിലോ നമ്മൾ ടോട്ടൽ ചെയ്തതല്ലോ. അതിൽ 2 kg ആദ്യം ചെയ്തു. ഇനി 1 kg ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഇതിൻ്റെ കൂടെ ചെയ്യാനുള്ളതല്ല കേട്ടോ. അങ്ങനെ കേക്ക് ഈ ഒരു സമയത്ത് ക്രീം ബീറ്റ് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ കേക്കുകളായിട്ട് കട്ട് ചെയ്തിട്ട് ലെയർ അവിടെ ഈ ടേബിളിൽ തന്നെ പരത്തി വെക്കുകയാണ് കേട്ടോ. ലെയർ ചൂടാറി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ചൂടാറി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫാൻ ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫാനിൻ്റെ കാറ്റിൽ അങ്ങനെ ചൂടാറിക്കോളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്നത് മറിച്ചിട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം മുകൾ ഭാഗം മാത്രം ചൂടാറും താഴെ ഭാഗം ചൂടാറൂല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് അങ്ങനെ മാറ്റിയിട്ട് വേഗം ചൂടാറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ താഴെ ഭാഗം ഈർപ്പം വന്നിട്ട് അങ്ങനെ നിൽക്കുകയുള്ളൂ. അങ്ങനെ ചൂടാറിയതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ ഇത് ക്രം കോട്ടിങ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ലെയറിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സ്പീഡാക്കിയിട്ടുള്ളതാണ്. ഇത്ര സ്പീഡിലൊന്നുമല്ല ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ വാനില കേക്ക് ആയതുകൊണ്ട് തന്നെ അധികം ജോലികളൊന്നുമില്ല. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാനൊന്നുമില്ല. പെട്ടെന്ന് പണി കഴിക്കാം. അങ്ങനെ ഇപ്പോൾ 8 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് നമുക്ക് ടോട്ടൽ 5 ലെയേഴ്സാണ് വന്നിട്ടുള്ളത്. 3 ലെയേഴ്സും ഒരു ടിന്നിൽ നിന്നും 2 ലെയേഴ്സ് ഒരു ടിന്നിൽ നിന്നും കേട്ടോ. അങ്ങനെ 5 ലെയേഴ്സ് ടോട്ടൽ വന്നു 8 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളത്.
അങ്ങനെ ഇപ്പോൾ ഇതാ ഒരേ ലെവലിലായിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഫ്രീസറിൽ വെച്ചിട്ടാണ് കൂൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയിക്കോളും. എന്നിട്ട് പിന്നെ താഴത്തെ കേക്കിനെ ഞാനിവിടെ ടോപ്പിലുള്ള കേക്കിനെ ലെയറിങ് ചെയ്യണേ. അപ്പോൾ ഇത് എന്താ പറയുക, ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ ഇരുന്നോട്ടെ. എന്നിട്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് കൂളായതിൻ്റെ ശേഷം, അത്യാവശ്യം കൂളിംഗ് ഉള്ള ഫ്രീസറാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റിന് ധാരാളമാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. 12:15 വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു കസ്റ്റമർ ഇപ്പോൾ കുറച്ച് ലോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ട്രാവലിംഗ് ഒരു 3/4 മണിക്കൂർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് വിളിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ അവർ എൻ്റെ വീടിൻ്റെ ഒരു ഏകദേശം അടുത്തെത്തിയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. റെഡി ആയിക്കണം, എവിടെ ലൊക്കേഷൻ എന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമില്ല. ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. വിചാരിച്ച പോലെ കൂളിംഗ് ആവാനൊന്നും ഫ്രിഡ്ജിൽ വെക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യണേ. അപ്പോൾ ഞാനിത് കളറാക്കണം, അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് വെഡ്ഡിങ് കേക്ക് പൊതുവേ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ നല്ലൊരു ഡെക്കറേഷനൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എൻ്റെ ആങ്ങളുടെ ഫ്രണ്ടാണ്, അപ്പോൾ പിന്നെ ആ ഒരു പരിചയമുണ്ടല്ലോ, അത് നല്ലത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ മനസ്സിൽ പ്ലാൻ ആക്കിയിട്ടുള്ളായിരുന്നു. പക്ഷേ ഇവർ വന്നപ്പോൾ പ്ലാനിങ് എല്ലാം തെറ്റി. പിന്നെ മൈൻഡിൽ എന്താ പറയുക, ഇന്ന ചെയ്യണം എന്നൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം ചെയ്യാൻ പറ്റണ ഡെക്കറേഷൻ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഫിനിഷിങ് ചെയ്തതിൻ്റെ ശേഷം സൈഡിലായിട്ട് സ്ക്രാപ്പർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് എന്താ പറയുക, നൈഫ് ഡിസൈനും കൊടുത്തു, പാരറ്റ് നൈഫ് ഡിസൈൻ കൊടുത്തു. നമുക്കിപ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് വരുന്നതും അതുപോലെ ഫിനിഷിങ് കുറയുന്ന സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതലും നൈഫ് ഡിസൈൻസും സ്ക്രാപ്പർ ഡിസൈനൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈമില്ലാത്തതുകൊണ്ട് അതെല്ലാം ചെയ്തു കേട്ടോ. അങ്ങനെ ആ കേക്കിന് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് മാത്രമേ ഫ്രീസറിൽ വെച്ചിട്ടുള്ളൂ, അധികമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ മറ്റു കേക്കിനെ എടുത്തിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം ആ ഒരു സമയത്ത് ഈ കേക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് ഫ്രിഡ്ജിൽ ഇരിക്കണുള്ളൂ. അത് കഴിഞ്ഞ പാടിനെ സ്റ്റാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച അതേ ടൈമിൽ തന്നെ കേട്ടോ കസ്റ്റമർ വീട്ടിലെത്തി. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വയ്യ. പിന്നെ വീഡിയോ എടുക്കാൻ തോന്നിയില്ല. ഇനി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ടൈമിങ്ങും പ്ലാനിങ്ങും മാറും. പിന്നെ ചടപടാച്ചിട്ട് എല്ലാ പരിപാടിയും കഴിച്ചു, ഫ്ലവറും എല്ലാം വെച്ച് കഴിഞ്ഞു. 12:30 ആയപ്പോഴേക്കും സാധനം റെഡിയായി. ഫ്രിഡ്ജിലേ വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട്, എന്താവും എന്നുള്ളൊരു ഐഡിയ ഇല്ല. അങ്ങനെ അത് പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞു നല്ല നോക്കണം, സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല എന്നൊക്കെ കുറേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിച്ചണിൽ വന്നിട്ട് പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്താവും, ഭയങ്കര ടെൻഷനിലാണ്. അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണത് വരെ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ എന്താ ആയതെന്നുള്ളത് ഒന്നും അറിയില്ല. സാധനം കൊണ്ടുപോയിട്ടുണ്ട്, ബൈക്കുമേലാണ് കൊണ്ടുപോയിക്കുന്നത്. ബൈക്ക് കണ്ടപ്പോൾ പിന്നെ എനിക്ക് കൂടുതൽ ടെൻഷനായി. എന്തായാലും സംഭവം എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാട്ടെ. കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല മെയിനായിട്ട്. പിന്നെ കസ്റ്റമർ എന്താ പറയുക, 2 മണിക്കൂറേ നമുക്ക് ടൈം തന്നിട്ടുള്ളൂ. ആ 2 മണിക്കൂറിനുള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കുകൾ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം കേക്ക് ഓർഡർ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് കൂളാവുന്ന ടൈമിങ് എടുക്കുക. പിന്നെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസർ കണ്ടിട്ടാണ് എടുത്തിട്ടുണ്ടായത്. പക്ഷേ നല്ല കൂളിംഗാണ് ഫ്രീസർ. പക്ഷേ വിചാരിച്ച പോലെ ഫ്രീസറിൽ വെക്കാനൊന്നും ടൈം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം റെഡിയാക്കിയിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നല്ല ടെൻഷൻ അടിച്ചിട്ടായിരുന്നു. പിന്നെ കസ്റ്റമർ വിളിച്ചിട്ട് ഞാൻ അവരെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു എന്തായി, സേഫ് ആയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറിയതായിട്ടൊരു ഡാമേജ് ഉണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സമാധാനമായത് കേട്ടോ. അപ്പോൾ സെറ്റായിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ ചെയ്യുന്നവർക്കറിയാം ഇതിൻ്റെ ടെൻഷൻ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിനൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂളിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്